Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചർ വീഡിയോയിൽ CET 303 ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിലെ തേർഡ് മോഡ്യൂളിലെ ഫോർത്ത് ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ അനാലിസിസ് ഓഫ് എ സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻസ് ഒക്കെയാണ് പഠിച്ചത്. അതുപോലെ XU കണ്ടുപിടിക്കുന്ന ഇക്വേഷനും പഠിച്ചു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആദ്യം അനാലിസിസ് പ്രോബ്ലം ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പ് എന്താണെന്ന് പറയുന്നു. അത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ന്യൂമറിക്കൽ എക്സാമ്പിൾ, അനാലിസിസിൻ്റെ ഒരു ന്യൂമറിക്കൽ എക്സാമ്പിളും സോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം പ്രൊസീജിയർ ഫോർ ഫൈൻഡിങ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ സെക്ഷൻ. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഒരു ബീം തന്നിട്ടുണ്ട്, ബീമിൻ്റെ ഡിയും ബിയും AST ഒക്കെ തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ, ഒരു പ്രൊസീജിയറാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ടത് IS 456 പേജ് നമ്പർ 96 Annex G. ഓക്കെ, ഈ ഒരു പേജാണ് നമ്മൾ കോഡ് ബുക്കിൽ യൂസ് ചെയ്യേണ്ടത്. ഈ ഒരു പേജാണ് Annex G. അതിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു ഇക്വേഷനും ഈ ഒരു ഇക്വേഷനും ഈ ഒരു ഇക്വേഷനുമാണ് നമുക്ക് ഈ പ്രോബ്ലത്തിനൊക്കെ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 1, ഫൈൻഡ് ദ ആക്ച്വൽ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത്. XU/D കണ്ടുപിടിക്കുക ആദ്യം. അപ്പോൾ XU/D എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് പേജ് നമ്പർ 96 കിടപ്പുണ്ട്. പേജ് നമ്പർ 96 ഞാൻ പറഞ്ഞായിരുന്നു XU/D is equal to 0.87 FY AST into 0.36 FCK BD² ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് FY എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ ഗ്രേഡ്, AST എന്ന് വെച്ചാൽ ടോട്ടൽ സ്റ്റീലിൻ്റെ ഏരിയ, FCK എന്ന് വെച്ചാൽ യൂസ് ചെയ്യുന്ന കോൺക്രീറ്റിൻ്റെ ഗ്രേഡ്, ബിയും ഡിയും ആ ബീമിൻ്റെ ബ്രെഡ്ത്തും ഡെപ്തുമാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് XU_max/D കിട്ടും. ഇനി എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് XU കണ്ടുപിടിക്കുക. XU/D കിട്ടിക്കഴിഞ്ഞാൽ XU കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യുക? ഈ D എടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് XUവിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അടുത്ത് എന്ത് ചെയ്യുക? XU_max/D എന്നതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. XU_max/Dയുടെ വാല്യൂ അവിടെ നിന്ന് കിട്ടും. XU_max/Dയുടെ വാല്യൂ IS 456 പേജ് നമ്പർ 70 കിടപ്പുണ്ട്. ഗ്രേഡ് ഓഫ് സ്റ്റീൽ 250 ആണെങ്കിൽ XU_max/Dയുടെ വാല്യൂ 0.53 ആയിരിക്കും. ഗ്രേഡ് ഓഫ് സ്റ്റീൽ 415 ആണെങ്കിൽ XU_max/Dയുടെ വാല്യൂ 0.48 ആയിരിക്കും. ഗ്രേഡ് ഓഫ് സ്റ്റീൽ 500 ആണെങ്കിൽ XU_max/Dയുടെ വാല്യൂ 0.46 ആയിരിക്കും. ഈ 3 കേസിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് XU_max/D കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ XU_maxനെ തന്നെയാണ് XU ലിമിറ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. XU_max/D കണ്ടുപിടിച്ചു. സപ്പോസ് അതിൻ്റെ വാല്യൂ 0.48 ആണെങ്കിൽ അവിടെ നിന്ന് XU_max കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? 0.48 ഇൻറ്റു ഈ D എടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ XU_max ഇവിടെ നിന്നും കിട്ടി, XU നമുക്ക് ഈ ഇക്വേഷനിൽ നിന്നും കിട്ടി. XU_maxും കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് എന്ത് ചെയ്യണം? നമ്മുടെ കണ്ടീഷൻസ് ചെക്ക് ചെയ്യണം. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 2, ഫസ്റ്റ് കേസ് XU=XU_max ആണെങ്കിൽ അത് അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആണ്. അപ്പോൾ XU=XU_max ആണെങ്കിൽ അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആണ്. അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് മൊമെൻറ്റ് കണ്ടുപിടിക്കേണ്ടത്. ഇനി അടുത്തത് XU is equal to XU ലിമിറ്റ് അല്ലെങ്കിൽ XU is equal to XU_max എന്നാണ് കിട്ടുന്നതെങ്കിൽ അത് ബാലൻസ്ഡ് സെക്ഷൻ ആണ്. ബാലൻസ്ഡ് സെക്ഷൻ ആണെങ്കിൽ അതിൻ്റെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ MU ലിമിറ്റ് is equal to 0.36 FCK into XU_max/D into 1 minus 0.42 XU_max/D into FCK BD². സോറി, ആ FCK അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻറ്റു BD². അപ്പോൾ ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ MU കണ്ടുപിടിക്കുന്നത്. ഇനി മൂന്നാമത്തെ കേസിൽ XU=XU_max എന്നാണ് കിട്ടുന്നതെങ്കിൽ, XU=XU_max ആണെങ്കിൽ എന്താണ്? ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ആണ്. ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ കോഡ് പറയുന്ന പ്രകാരം റീഡിസൈൻ ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ എവിടെ നിന്ന് കിട്ടി എന്നുള്ള കൺഫ്യൂഷനൊന്നും വേണ്ട. ഇതെല്ലാം നമ്മുടെ IS 456 പേജ് നമ്പർ 96 കിടപ്പുണ്ട്. പേജ് 96 ഈ ഒരു സെക്ഷൻ Annex G ക്ലോസ് 38. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് XU/D കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഇനി MU കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇതെപ്പോഴാണ്? XU=XU_max ആണെങ്കിൽ മൊമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണിത്. അത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ, ഇത് ബാലൻസ്ഡ് സെക്ഷനാണ്. XU is equal to XU_max ആണെങ്കിൽ ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇക്വേഷൻസ് ഒക്കെ എവിടെ നിന്നാണ് വന്നതെന്നുള്ളത് ഓർത്ത് കൺഫ്യൂഷൻ അടിക്കുന്നത്. ഇതെല്ലാം കോഡ് ബുക്കിലുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഓക്കെ,
But to find moment of resistance of a singly reinforced beam, ഒരു singly reinforced beamൻ്റെ moment of resistance കണ്ടുപിടിക്കാനായിട്ട് സ്റ്റെപ്പ് നമ്പർ 1 ലിസ്റ്റ് ഡൗൺ ഓൾ ദ ഗിവൺ ഡാറ്റാസ്. ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന ബിയും ഡിയും ക്യാപിറ്റൽ ഡി, ഈ സ്മോൾ ഡിയും ക്യാപിറ്റൽ ഡിയും തമ്മിലുള്ള വ്യത്യാസം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ബീമിൻ്റെ ഓവറോൾ ഡെപ്ത് ആണ് ക്യാപിറ്റൽ ഡി, അതുപോലെ ഓവറോൾ വിഡ്ത്താണ് നമ്മൾ സ്മോൾ ബി ആയിട്ട് എഴുതുന്നത്. ഇനി സ്മോൾ ഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മൾ താഴെയാണ് ബാറുകൾ കൊടുക്കുന്നത്. ഈ ബാറിൻ്റെ സെൻറ്റർ മുതൽ അതിൻ്റെ ടോപ്പ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ ഡി. സ്മോൾ ഡി ആണ് എഫക്റ്റീവ് ഡെപ്ത്. ബാക്കിയുള്ള ഈ ബാറിൻ്റെ സെൻറ്റർ മുതൽ താഴത്തോട്ടുള്ള ബാക്കിയുള്ള ഡിസ്റ്റൻസ് ആണ് ഡി ഡാഷ്. അതിനാണ് നമ്മൾ എഫക്റ്റീവ് കവർ എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ കവർ അല്ലെങ്കിൽ എഫക്റ്റീവ് കവർ തരും. ഈ കവറും എഫക്റ്റീവ് കവറും തമ്മിലുള്ള വ്യത്യാസം പ്രത്യേകം ശ്രദ്ധിക്കുക. കവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബാറിൻ്റെ താഴെ മുതൽ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് കവർ. ബാറിൻ്റെ ഏറ്റവും താഴത്തെ പോയിന്റ് മുതൽ ബാക്കിയുള്ള ഡിസ്റ്റൻസ് ആണ് കവർ. എഫക്റ്റീവ് കവർ എന്ന് വെച്ചാൽ ബാറിൻ്റെ സെൻറ്റർ മുതൽ താഴത്തോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് എഫക്റ്റീവ് കവർ. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുന്നതനുസരിച്ച് ഞാൻ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തോളാം. അപ്പോൾ അങ്ങനെ ഓരോ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇനി എ എസ് ടി കണ്ടുപിടിക്കുക. എ എസ് ടി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമുക്ക് സർക്കുലർ ബാറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സർക്കുലർ ബാറിൻ്റെ ഏരിയ π/4 × d² ആണ്. ഇനി എത്ര നമ്പർ ഓഫ് ബാർ ഉണ്ടോ അത്രയും നമ്പർ ബാർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അത് ചെയ്യുമ്പോൾ നമുക്ക് എ എസ് ടി കിട്ടും, ഏരിയ ഓഫ് സ്റ്റീൽ കിട്ടും. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് നമ്പർ 2 ഫൈൻഡ് ദ ആക്ച്വൽ ന്യൂട്രൽ ആക്സിസ്. ഈക്വേഷൻ യൂസ് ചെയ്തിട്ട് പേജ് നമ്പർ 96 ഈക്വേഷൻ യൂസ് ചെയ്തിട്ട് XU ആദ്യം കണ്ടുപിടിക്കുക. അതാണ് ആക്ച്വൽ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത്. ഇനി എന്ത് ചെയ്യുക? സ്റ്റെപ്പ് നമ്പർ 3 ഫൈൻഡ് ദ മാക്സിമം ഡെപ്ത് ഓർ ലിമിറ്റിംഗ് ന്യൂട്രൽ ആക്സിസ് XU മാക്സ് കണ്ടുപിടിക്കുക. പേജ് നമ്പർ 70 ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് XU മാക്സിമം കണ്ടുപിടിക്കുക. ഇനി XUവും XU മാക്സും തമ്മിൽ കമ്പയർ ചെയ്യുക. എന്നിട്ട് ടൈപ്പ് ഓഫ് സെക്ഷൻ ബാലൻസ്ഡ് ആണോ, അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആണോ, ഓവർ റീഇൻഫോഴ്സ്ഡ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കുക. ഇനി എന്ത് ചെയ്യുക? സ്റ്റെപ്പ് നമ്പർ 4 ഫൈൻഡ് ദ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് MU. മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് MU, അത് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആ ഇക്വേഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. റെക്ടാങ്കുലർ ബീം 250 mm wide and 350 mm overall depth has an effective cover of 40 mm. Find the moment of resistance of the beam if 3 bars of 12 mm diameter is provided. Use M20 grade concrete and Fe415 grade steel. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ തന്നേക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഒന്നൊന്നായിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അപ്പോൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആ ഫിഗർ ഒന്ന് വരയ്ക്കാം. അപ്പോൾ നമ്മളോട് പറഞ്ഞേക്കുന്നത് ഇതാ ഒരു റെക്റ്റാങ്കുലർ ബീമാണ്. റെക്റ്റാങ്കുലർ ബീമിൻ്റെ മൊത്തത്തിലുള്ള സൈസ് ഡെപ്ത് 350ഉം ബ്രെഡ്ത്ത് 250ഉം ആണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ അതിൻ്റെ എഫക്റ്റീവ് കവറാണ് തന്നേക്കുന്നത്. എന്താണ് എഫക്റ്റീവ് കവർ? ബാറിൻ്റെ സെൻറ്റർ മുതൽ അതിൻ്റെ താഴത്തേക്കുള്ള ബാക്കി ഡിസ്റ്റൻസ് ആണ് എഫക്റ്റീവ് കവർ ഡി ഡാഷ്. അപ്പോൾ ഡി ഡാഷ് 40 mm ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഈ ഒരു ഡി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ടോട്ടൽ ഡെപ്ത് മൈനസ് ഡി ഡാഷ്. അപ്പോൾ ടോട്ടൽ അല്ലെങ്കിൽ ഓവറോൾ ഡെപ്ത് മൈനസ് എഫക്റ്റീവ് കവർ ചെയ്താൽ നമുക്ക് ഡിയുടെ വാല്യൂ കിട്ടും. ടോട്ടൽ ഡെപ്ത് 350 ആണ്. എഫക്റ്റീവ് കവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 40 ആണ്. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 310 എന്ന് കിട്ടും. അതാണ് നമ്മുടെ സ്മോൾ ഡി, എഫക്റ്റീവ് ഡെപ്ത്. അത് മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഏറ്റവും ടോപ്പ് മുതൽ ഇതാ ഈ ബാറിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എഫക്റ്റീവ് കവർ ഡി. ഇനി ക്വസ്റ്റ്യനിൽ 3 ബാർ എന്നാണ് പറഞ്ഞേക്കുന്നത്, അതുകൊണ്ടാണ് 3 വരച്ചേക്കുന്നത്. 3 ബാറാണ്. ഓരോ ബാറും 12 mm ഡയമീറ്റർ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ രീതി മാർക്ക് ചെയ്തേക്കുന്നത്. 3 നമ്പർ ഓഫ് 12 mm ഡയാമീറ്റർ ബാർ, ആ ഒരു റെപ്രസെൻറ്റേഷനാണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം 3 ബാർ ഉള്ളതുകൊണ്ട് ഞാനിവിടെ 3 ഡോട്ട് വെച്ചു. അതിൻ്റെ ആ ഒരു റെപ്രസെൻറ്റേഷനാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. 3 നമ്പർ ഓഫ് 12 mm ഡയാ ബാർസ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് തന്നേക്കുന്ന ഡീറ്റെയിൽസൊക്കെ ഓരോന്നെടുത്ത് എഴുതുക. ഗിവൺ ഡാറ്റയിൽ ബ്രെഡ്ത്ത് B is equal to 350 mm, ഓവറോൾ ഡെപ്ത്ത് ക്യാപിറ്റൽ D is equal to 350 mm, എഫക്റ്റീവ് കവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 40 mm, അതിന് നമുക്ക് ഡി ഡാഷ് എന്ന് കൊടുക്കാം. ഇനി ഗ്രേഡ് ഓഫ് സ്റ്റീൽ എന്ന് വെച്ചാൽ ഇതാണ് 415 സ്റ്റീൽ എന്നാണ് പറഞ്ഞേക്കുന്നത്. Fe415 സ്റ്റീൽ എന്ന് വെച്ചാൽ സ്റ്റീലിൻ്റെ ഗ്രേഡാണ്. അപ്പോൾ അതിൻ്റെ സ്ട്രെസ് Fy is equal to 415 Newton per mm square, ആ രീതിയിലാണ് അത് എഴുതുന്നത്.
അതേപോലെ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് M20 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ കോൺക്രീറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് FCK എന്നാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. FCK is equal to 20 Newton/mm². ഓക്കെ, അപ്പോൾ ഗ്രേഡ് ഓഫ് സ്റ്റീൽ 450 Newton/mm², ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് FCK is equal to 20 Newton/mm². ഇത് കറക്റ്റായിട്ട് എഴുതുക. ഓക്കെ, ഇനി അടുത്തത് സ്മോൾ ഡി കണ്ടുപിടിച്ച ആ ഒരു പ്രൊസീജിയറാണ്. സ്മോൾ ഡി എന്ന് വെച്ചാൽ എഫക്റ്റീവ് ഡെപ്ത് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഡി മൈനസ് ഡി ഡാഷ്. ക്യാപിറ്റൽ ഡി എന്ന് പറയുമ്പോൾ ഓവറോൾ ഡെപ്ത് 350, എഫക്റ്റീവ് കവർ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്, അത് മൈനസ് ചെയ്യുമ്പോൾ 310 എന്ന് കിട്ടും. ഓക്കെ, ഇനി AST കാൽക്കുലേറ്റ് ചെയ്യണം, ഏരിയ ഓഫ് സ്റ്റീൽ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ AST ഈസ് ഈക്വൽ ടു ഒരു ബാറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് π/4 × d², മൊത്തത്തിൽ 3 ബാർ ഉണ്ട്. ഓക്കെ, ഇവിടെ π/4 × ബാറിൻ്റെ ഡയമീറ്റർ 12 ആണ് വന്നേക്കുന്നത്. π/4 × 12² ഇൻറ്റു ടോട്ടൽ 3 ബാർ. അപ്പോൾ π/4 × 12² × 3 ചെയ്യുമ്പോൾ 339.29 mm² കിട്ടും AST. ഓക്കെ, ഇനി അടുത്തത് സ്റ്റെപ്പ് നമ്പർ 2 ആണ്. സ്റ്റെപ്പ് നമ്പർ 2ൽ നമുക്ക് എന്താണ് XU കണ്ടുപിടിക്കണം അല്ലേ. ആക്ച്വൽ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് കണ്ടുപിടിക്കാനാണ് ഈ ഒരു സ്റ്റെപ്പിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ ഞാൻ ഇവിടെ സൈഡിൽ എഴുതിയിട്ടുണ്ട് IS 456 പേജ് നമ്പർ 96 എന്ന്. കാരണം IS 456 പേജ് 96 ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ എടുക്കുന്നത്. XU max by D is equal to 0.87 FY AST ഇൻറ്റു ഡിവൈഡഡ് ബൈ 0.36 FCK ഇൻറ്റു B ഇൻറ്റു D. അപ്പോൾ XU max by D is equal to നമ്മുടെ ഇക്വേഷൻ എഴുതി 0.87 അതുപോലെ എഴുതി. FY 415 ആണ്. AST നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 339.29, 0.36 അതുപോലെ എഴുതി. FCK 20 ആണ്. ബിയും ഡിയും B 250 ആണ്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ എല്ലാ കാൽക്കുലേഷനിലും മൊമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള എല്ലാ കാൽക്കുലേഷനിലും നമ്മൾ സ്മോൾ ഡി ആണ് എടുക്കുന്നത്. എഫക്റ്റീവ് ഡെപ്ത് ആണ് ബീമിൻ്റെ ഡിസൈനും അനാലിസിസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്യാപിറ്റൽ ഡി നമ്മൾ എടുക്കാറുണ്ട്, അത് ചില പോയിന്റിലേ ഉള്ളൂ, അത് പ്രത്യേകം ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പോൾ സ്മോൾ ഡി വേണം എടുക്കാൻ, 310. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് XU max by ഡിയുടെ വാല്യൂ 0.219 എന്ന് കിട്ടും. ഓക്കെ, അവിടെ നിന്ന് XU കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യുക, XU is equal to 0.219 കിട്ടി, ഇൻറ്റു ഈ ഡിനോമിനേറ്ററിലുള്ള ഡി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇൻറ്റു ഡി. ഇവിടുത്തെ ഡി എത്രയാണ്, 310 ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 67.89 mm എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളെല്ലാം MM-ലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാരണം 415ൻ്റെ യൂണിറ്റ് Newton/mm² ആണ്. ഈ 20യുടെ വാല്യൂ Newton/mm² ആണ്. AST നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് mm²ലാണ്. അതേപോലെ എല്ലാ വാല്യൂസും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതും MM-ലും ന്യൂട്ടണിലുമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ കോഡിലുള്ള എല്ലാ ഇക്വേഷനിലും നമ്മൾ ഓരോ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ഇതുവരെ ചെയ്യുന്നതും ഏറ്റവും എളുപ്പവും ന്യൂട്ടണിലും MM-ലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യലാണ്. അപ്പോൾ നമുക്ക് XUയുടെ വാല്യൂ 67.89 mm എന്ന് കിട്ടി. ഇനി അടുത്തത് സ്റ്റെപ്പ് നമ്പർ 3, XU max by D കണ്ടുപിടിക്കണം. അപ്പോൾ XU max by D കണ്ടുപിടിക്കുന്നതിന് സൈഡിൽ ഞാൻ എഴുതിയിട്ടുണ്ട് IS 456 പേജ് നമ്പർ 70. അപ്പോൾ IS 456 പേജ് നമ്പർ 70 ഏറ്റവും താഴെയുള്ള ഒരു ടേബിളാണിത്. ഇവിടെ ഗ്രേഡ് ഓഫ് സ്റ്റീലാണ് FY, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള XU max by D എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഗ്രേഡ് ഓഫ് സ്റ്റീൽ 415 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ XU max by Dയുടെ വാല്യൂ എത്രയാണ്, 0.48 ആയിരിക്കും. ഈ ഒരു ടേബിൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് XU max by Dയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു വാല്യൂ ആണ് ഇവിടെ എടുത്ത് എഴുതിയിരിക്കുന്നത്. XU max by D is equal to 0.48. ഇത് FY 415 ഗ്രേഡിൻ്റെ സ്റ്റീൽ 415 ആയതുകൊണ്ടാണ് 0.48. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, നേരത്തെ പോലെ XU max കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യുക, XU max is equal to 0.48, ഇവിടുത്തെ ഡി എടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഡി. ഡിയുടെ വാല്യൂ വീണ്ടും 310 എടുക്കേണ്ടത് ശ്രദ്ധിക്കുക. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ XU max നമുക്ക് 148.8 mm എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ XU നമുക്ക് 67ഉം XU max 148ഉം കിട്ടി. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്, XU ലെസ് ദാൻ XU max എന്നാണ് കിട്ടിയത്. അപ്പോൾ അതവിടെ എഴുതുക, സിൻസ് XU ലെസ് ദാൻ XU max ദാറ്റ് ഈസ് 67.89 ഈസ് ലെസ് ദാൻ 148.8 mm. സെക്ഷൻ എന്താണ്, therefore it is an under reinforced section. അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷനാണ് തന്നേക്കുന്നത്. അപ്പോൾ അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ആണെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷനാണ് എടുക്കേണ്ടത്, അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആണെങ്കിൽ ഈ ഇക്വേഷൻ വേണം മൊമെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് എടുക്കാൻ. അപ്പോൾ XU ലെസ് ദാൻ XU max എന്നാണ് കിട്ടുന്നതെങ്കിൽ അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആണ്. അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആണെങ്കിൽ ഈ ഇക്വേഷൻ വെച്ചിട്ട് വേണം നമ്മൾ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ. അപ്പോൾ അങ്ങനെ സ്റ്റെപ്പ് നമ്പർ 4 ഫൈൻഡിങ് ദ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്. വീണ്ടും എവിടെ നിന്നാണ്, IS 456 2000 പേജ് 96 ഈ ഇക്വേഷൻ MU is equal to 0.87 FY AST D ഇൻറ്റു
1 മൈനസ് AST FY ഇൻറ്റു BD FCK. വാല്യൂസ് എല്ലാം കറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. FYയുടെ വാല്യൂ 415, AST നമ്മൾ കണ്ടുപിടിച്ചു, D 310, AST നമ്മൾ കണ്ടുപിടിച്ചു, FY 415, ബിയും എഫക്റ്റീവ് ഡെപ്താണ് കൊടുക്കേണ്ടത്, FCKയുടെ വാല്യൂ 20. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് MU is equal to 34.52 into 10 raised to 6 ന്യൂട്ടൺ MM കിട്ടുന്നത്. ഓക്കെ, ഇതിൻ്റെ ഈ 10 raised to 6 എടുത്ത് കളഞ്ഞാൽ നമുക്കതിനെ കിലോ ന്യൂട്ടൺ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ കിട്ടുന്ന ആൻസർ നമുക്ക് ഏത് യൂണിറ്റ് വേണമെങ്കിലും എഴുതാം. പക്ഷേ കിട്ടുന്നത് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്ന എല്ലാ ന്യൂട്ടണിലും MM ആയതുകൊണ്ട് നമുക്ക് മൊമെൻറ്റ് കിട്ടുന്നത് ന്യൂട്ടൺ MM. Therefore, the moment of resistance is equal to 34.52 into 10 raised to 6 Newton MM is equal to 34.52 kilonewton meter. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന പ്രോബ്ലം, അതായത് സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീമിൻ്റെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്വയറീസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.